ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസ ചരിത്രത്തിലെ രചിതരേഖയെന്ന് NCTE കൗൺസിൽ അംഗം ബേബി ബാലകൃഷ്ണൻ. ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 രാജ്യത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഗുണകരമായ മാറ്റത്തിന് വിത്തുപാകുമെന്നും അധ്യാപക പരിശീലന രംഗത്ത് ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ NCTE നാഷണൽ കൗൺസിൽ അംഗവും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ജോബി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഭാരതത്തിൽ ആത്മാവായിരുന്നത് ഗുരുവാണ്. ആ ഗുരു എന്ന അർത്ഥത്തിലേക്ക് റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ. ആ റീ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ പാകതയുള്ള, താല്പര്യമുള്ള, ശേഷിയുള്ള, ഏറ്റവും പ്രതിഭാശാലികളായ, പ്രതിഭാധനരായ ആളുകളാണ് ഇനി അധ്യാപന രംഗത്തേക്ക് വരണം എന്ന് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ 64 പേജുകളുള്ള വിദ്യാഭ്യാസ നയത്തിൽ 20ഓളം പേജുകൾ മാറ്റിവെച്ചിരിക്കുന്നത് അധ്യാപകനെയും അധ്യാപക വിദ്യാഭ്യാസത്തെയും കുറിച്ച് സംസാരിക്കാൻ. വൈക്കം ശ്രീ മഹാദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ ദേശീയ വിദ്യാഭ്യാസ നയം അധ്യാപക പരിശീലനത്തിന്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന ദേശീയ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വ്യാഴവട്ടത്തിന് ശേഷമുണ്ടായ ഈ നയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ പരിവർത്തനത്തിന് ഉതകുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും പരിശീലകനുമായ S. ജയകുമാർ മോഡറേറ്റർ ആയിരുന്നു. പ്രിൻസിപ്പൽ സെറ്റിന P. പൊന്നപ്പൻ അധ്യക്ഷത വഹിച്ചു. മികച്ച അധ്യാപകരാക്കി തീർത്ത ധാരാളം വിദ്യാർത്ഥികളെ നമുക്ക് ഈ സമൂഹത്തിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളുടെ അധ്യാപക പരിശീലനം നേടി അവരിപ്പം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ലക്ഷദ്വീപിലുള്ളവരുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ശ്രീ മഹാദേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് PGM നായർ കാരിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവർത്തനങ്ങളെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ രംഗത്തിൽ വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സമ്പൂർണവും സമഗ്രവും ഉജ്ജ്വലവുമായ ഒരു വിദ്യാഭ്യാസ നയമാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെന്റ് രാവിലെ അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ B. മായ, VRC നായർ, ഓം ഫൗണ്ടേഷൻ ചെയർമാൻ ആദർശം നായർ, ശ്രീ മഹാദേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് PGM നായർ കാരിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ B. മായ, VRC നായർ, ഓം ഫൗണ്ടേഷൻ ചെയർമാൻ ആദർശം നായർ, ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സായ ഗായത്രി മനോഹരൻ, പ്രീതി മാത്യു, ടീച്ചർ ട്രെയിനീസായ ഗായത്രി രാജു, രാജലക്ഷ്മി, അർജുൻ P. മോഹനൻ, അഖിലാശ്രീ, സൂപ്രണ്ട് ശ്രീജ MS എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് S. ജയകുമാറിന് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. നേരത്തെ കോളേജിൽ എത്തിച്ചേർന്ന ജോബി ബാലകൃഷ്ണനെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ടീം, വൈക്കം വിഷൻ.